ഗ്ലോബൽ ഡിസൈനിൻ്റെ 4th ക്ലാസ്സാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൈനമാറ്റിക് പേയേഴ്സിൻ്റെ ഇൻവേർഷനും അതിൻ്റെ അപ്ലിക്കേഷൻസിനെ പറ്റിയാണ്. അപ്പം എന്താണ് ഫസ്റ്റിൽ ഇൻവേർഷൻ നോക്കാം. അപ്പോൾ ഇൻവേർഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റിൽ ഒരു ലിങ്കിനെ, ഒരു കൈനമാറ്റിക് ചെയിനിലെ ഒരു ലിങ്കിനെ ഫിക്സ് ചെയ്താൽ നമ്മളെന്ത് പറയും? അതിനെ മെക്കാനിസം എന്ന് പറയും. കൈനമാറ്റിക് ചെയിനിലെ ഒരു ലിങ്കിനെ ഫിക്സ് ചെയ്താൽ അതെന്ത് പറയും? മെക്കാനിസം എന്ന് പറയും. അപ്പം നമ്മൾ ഏത് ലിങ്കിനെയാണോ ഒരു ചെയിൻ, കൈനമാറ്റിക് ചെയിൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒന്നിലധികം ലിങ്ക് ഉണ്ടാവും. ഇത് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു 4 ബാർ ചെയിൻ മെക്കാനിസം ഉണ്ട്. 4 ബാർ ചെയിൻ ഉണ്ട്, അതിൽ 4 എണ്ണം ഉണ്ടാവും. 4 ബാറിനെ കൊണ്ട് 4 കൈനമാറ്റിക് ലിങ്ക് ഉണ്ടാവും. അപ്പം ഇതിൽ ഏതെങ്കിലും ഒരു ലിങ്കിനെ ഫിക്സ് ചെയ്യാൻ നമ്മളെന്ത് പറയും? അതിനെ മെക്കാനിസം എന്ന് പറയും. ഒരു കൈനമാറ്റിക് ഇതാണ് ഒരു കൈനമാറ്റിക് ചെയിൻ, ഇതിലേതെങ്കിലും ഒരു ലിങ്കിനെ ഫിക്സ് ചെയ്യാൻ നമ്മളെന്ത് പറയും? ഇതിനെ മെക്കാനിസം എന്ന് പറയും. ഇനി ഫസ്റ്റത്തെ ലിങ്കാണ് നമ്മൾ ഫസ്റ്റിൽ ഫിക്സ് ചെയ്തെന്ന് വെച്ചു. അപ്പോൾ എന്ത് കിട്ടും? നമുക്കൊരു മെക്കാനിസം കിട്ടും. ഇനി അടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? സെക്കൻഡ് ലിങ്കിനെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? വേറൊരു മെക്കാനിസം കിട്ടും. അതേപോലെ തന്നെ തേർഡ് ലിങ്കിനെ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? വേറൊരു മെക്കാനിസം കിട്ടും. അപ്പം ഇതേപോലെ തന്നെ ഇവിടെ എന്താ, ഇവിടെ ഫോർത്ത് ലിങ്കിനെയാണ് എന്ത് ചെയ്തത്? ഞാൻ ഫിക്സ് ചെയ്തത്. ഫോർത്ത് ലിങ്കിനെ ഫിക്സ് ചെയ്ത് എന്ത് കിട്ടും? നമുക്ക് ഇതിനെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അല്ലെങ്കിൽ മെക്കാനിസം എന്ന് പറയുന്നത് വേറൊരു മെക്കാനിസം ഉണ്ടാകും. ഇത് മൂവ് ചെയ്യുന്ന വേറെ ടൈപ്പിലായിരിക്കും. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ സെക്കൻഡ് ലിങ്കിനെ ഫിക്സ് ചെയ്തു. ഇതെന്ത് ചെയ്തു? ഇതിന് മേലെ എന്തെങ്കിലും ഒരു ഫോഴ്സ് കൊടുത്താൽ നമുക്ക് കിട്ടുന്ന ലിങ്ക് ഇതെന്തായിരിക്കും? ഇവിടെ എവിടെയെങ്കിലും ഒരു ഫോഴ്സ് കൊടുത്താൽ നമുക്ക് വേറൊരു മെക്കാനിസം കിട്ടാം. അപ്പം ഏത് ലിങ്കിനെയാണോ ഫിക്സ് ചെയ്യുന്നത് ആ ലിങ്കിനനുസരിച്ച് നമ്മുടെ മെക്കാനിസം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഫിക്സ് ചെയ്യുന്ന ലിങ്കിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും? ഡിഫറെൻറ്റ് മെക്കാനിസം കിട്ടും. അപ്പം ഡിഫറെൻറ്റ് ലിങ്ക്സിനെ ഫിക്സ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് മെക്കാനിസം ഒബ്റ്റെയിൻ ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണെന്ത്? ഇൻവേർഷൻ. ഡിഫറെൻറ്റ് ലിങ്ക്സിനെ, ഒരു കൈനമാറ്റിക് ചെയിനിലെ ഡിഫറെൻറ്റ് ലിങ്ക്സിനെ ഫിക്സ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു കൈനമാറ്റിക് മെക്കാനിസം ഒബ്റ്റെയിൻ ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഇൻവേർഷൻ ഓഫ് മെക്കാനിസം. ഇതിൽ ഈ 4നെ ഫിക്സ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? ഫോർത്ത് ഇൻവേർഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് ലിങ്കിനെ ഫിക്സ് ചെയ്യാം, ഫസ്റ്റ് ഇൻവേർഷൻ എന്നൊക്കെ പറയും. അത്രയും ഡീപ്പായിട്ടൊന്നൊക്കെ വേണ്ട. അപ്പം ഇൻവേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൈനമാറ്റിക് ചെയിനിലെ ഡിഫറെൻറ്റ് ലിങ്ക്സിനെ ഫിക്സ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് മെക്കാനിസംസ് ഒബ്റ്റെയിൻ ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഇൻവേർഷൻ ഓഫ് മെക്കാനിസം. അപ്പോൾ നോക്കാം എന്താണ്. വൺ ഓഫ് ദ ലിങ്ക് ഈസ് ഫിക്സഡ് ഇൻ എ കൈനമാറ്റിക് ചെയിൻ, ഇറ്റ് ഈസ് കോൾഡ് എ മെക്കാനിസം. അപ്പോൾ ഏതെങ്കിലും ഒരു കൈനമാറ്റിക് ചെയിനിൽ ഏതെങ്കിലും ഒരു ലിങ്ക് ഫിക്സ് ചെയ്താൽ നമ്മൾ എന്ത് പറയുന്ന? മെക്കാനിസം എന്ന് പറയും. സോ വി ക്യാൻ ഒബ്റ്റെയിൻ ആസ് മെനി മെക്കാനിസംസ് ആസ് ദ number of links in a kinematic chain by fixing in turn different links in a kinematic chain. The method of obtaining different mechanisms by fixing different links in a kinematic chain is known as inversion of mechanism. Inversion of mechanism. അങ്ങനെ ഡിഫറെൻറ്റ് മെക്കാനിസം ഒബ്റ്റെയിൻ ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണെന്ത്? ഇൻവേർഷൻ. അതായത് ഒരു കൈനമാറ്റിക് ചെയിനിലെ ഡിഫറെൻറ്റ് ലിങ്ക്സിനെ ഫിക്സ് ചെയ്ത് ഡിഫറെൻറ്റ് മെക്കാനിസം ഒബ്റ്റെയിൻ ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഇൻവേർഷൻ. അപ്പം ഇതിൻ്റെ അപ്ലിക്കേഷനൊക്കെ പഠിക്കുന്നതിന് മുന്നേ ഏതൊക്കെ കൈനമാറ്റിക് ചെയിൻസ് ഉണ്ട് നോക്കാം. ആദ്യം മെയിനായിട്ട് നിങ്ങൾക്ക് 3 കൈനമാറ്റിക് ചെയിൻസിനെ പറ്റിയാണ് പഠിക്കാനുള്ളത്. ബാക്കിയുള്ള ഇതിനെ ഒരുപാട് കൈനമാറ്റിക് ചെയിൻസ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 കൈനമാറ്റിക് ചെയിനാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഒന്ന് 4 ബാർ ചെയിൻ ഓർ ക്വാഡ്രിക് സൈക്ലിക് ചെയിൻ. അതായത് 4 ലിങ്കുള്ള കൈനമാറ്റിക് ചെയിനാണ് എന്ത് പറയുക? 4 ബാർ ചെയിൻ എന്ന് പറയാം. നെക്സ്റ്റ് സിംഗിൾ സ്ലൈഡർ ക്രാങ്ക് ചെയിൻ, ഡബിൾ സ്ലൈഡർ ക്രാങ്ക് ചെയിൻ. ഇത് ഓരോന്ന് എന്താണെന്ന് പഠിക്കാനുണ്ട്, അതിൻ്റെ അപ്ലിക്കേഷൻ ഉണ്ട്. ഫസ്റ്റിൽ എന്താണ് 4 ബാർ ചെയിൻ നോക്കാം. 4 ബാർ ചെയിനിൽ 4 ലിങ്ക് ഉണ്ടാവും. 1 2 3 4 4 ലിങ്ക് ഉണ്ടാവും. അപ്പം ഈ 4 ലിങ്കുള്ളത് കൊണ്ട് ഞാൻ എന്ത് പറയുന്നതിനാ? 4 ബാർ ചെയിൻ മെക്കാനിസം എന്ന് പറയാം. അല്ലെ ഈ 4 ബാർ ചെയിൻ 4 ലിങ്ക് തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്യില്ല? 4 ലിങ്ക് തമ്മിൽ 4 ജോയിൻസ് ഉണ്ടാവും. ഈ 4 ജോയിൻസ് എന്താണ്? ടേണിങ് പേയേഴ്സ് ആയിരിക്കും. അതായത് ഒരു ലിങ്കിനെ അപേക്ഷിച്ച് മറ്റേ ലിങ്ക് എന്തായിരിക്കും? റൊട്ടേറ്റിംഗ് ആയിരിക്കും, ടേണിങ് ആയിരിക്കും. ഒന്നിനെ ബേസ് ചെയ്തിട്ട് മറ്റത് ടേണിങ് ആയിരിക്കും. അതിന് എന്ത് പറയാം? ടേണിങ് പെയർ എന്ന് പറയാം. ഈ എ ബി സി ഡി ഇതൊക്കെ എന്താ? ടേണിങ് പേയേഴ്സാണ്. അതിൻ്റെ തന്നെ ഒരു സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷനാണ്
ഇപ്പുറത്ത് നിങ്ങൾ കാണുന്നത്, അതായത് ലിങ്ക് 1, ലിങ്ക് 2, ലിങ്ക് 3, ലിങ്ക് 4. അതിൽ ലിങ്ക് 1 എന്താ ഫിക്സഡ് ആണ്, ലിങ്ക് 1 ഫിക്സഡ് ആണ്. അതേപോലെ ലിങ്ക് 1ഉം 2ഉം തമ്മിൽ എന്തുണ്ട്, ഒരു ടേണിംഗ് പെയർ, ഫസ്റ്റ് ടേണിംഗ് പെയർ, അതിൻ്റെ പേരെന്താണ് ബി. അതേപോലെ ലിങ്ക് 2, ലിങ്ക് 3, ലിങ്ക് 3ഉം 2ഉം തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ടേണിംഗ് പെയർ വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്, അതിനെന്ത് പറയുന്നത് സി, ടേണിംഗ് പെയർ 2. അതേപോലെ ലിങ്ക് 3ഉം ലിങ്ക് 4ഉം, ലിങ്ക് 3ഉം ലിങ്ക് 4ഉം തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഡി എന്ന് പറഞ്ഞാൽ ടേണിംഗ് പെയർ വെച്ച് കണക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ 4ഉം 1ഉം തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, എ എന്ന് പറഞ്ഞ പോയിന്റിൽ ഒരു ടേണിംഗ് പെയർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ 4 ലിങ്ക്സ് ഉണ്ടാവുക. അതിൽ ഏറ്റവും ഷോർട്ടസ്റ്റ് ലിങ്കിനെ പറയുന്ന പേരാണെന്ത്, ഏറ്റവും ഷോർട്ടസ്റ്റ് ലിങ്കിനെ, അതേപോലെ തന്നെ ഏറ്റവും ഷോർട്ടസ്റ്റ് ലിങ്കും അതേപോലെ ഫുൾ റൊട്ടേഷൻ നടത്തുന്ന ലിങ്കിനെയും പറയുന്ന പേരാണ് ക്രാങ്ക്. ഫുൾ റൊട്ടേഷൻ 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്ന ലിങ്കിനെ പറയുന്ന പേരാണെന്ത്, ക്രാങ്ക്. ഇവിടെ 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്ന ലിങ്കിനെ പറയുന്ന പേരാണെന്ത്, ക്രാങ്ക്. അപ്പം ഈ ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്യും, ഇവിടെ ഈ ലോങ്ങസ്റ്റ് ഇവിടെ ലിങ്ക് ഉണ്ട്, അതായത് ഈ ലിങ്ക്, ഇതിനെ പറയുന്ന പേരാണ് ഇത് ലിവർ അല്ലെങ്കിൽ റോക്കർ. ഈ റോക്കർ എന്ത് ചെയ്യും, ഒരു ഓസിലേറ്റിംഗ് മോഷനിൽ എന്ത് ചെയ്യും, മൂവ് ചെയ്യും. ഇതിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ലിങ്ക് 3നെ പറയുന്ന പേരാണ് കണക്റ്റിംഗ് റോഡ് അല്ലെങ്കിൽ കപ്ലർ. ഇനി ഈ ഫിക്സ് ചെയ്ത ലിങ്കിനെ പറയുന്ന പേരാണ് ഫ്രെയിം. അപ്പോൾ എന്തൊക്കെയാണ് ഫിക്സ് ചെയ്ത ലിങ്ക്, ഫ്രെയിം, റൊട്ടേറ്റ് ചെയ്യുന്ന ലിങ്കിനെ പറയുന്ന പേരാണ് ക്രാങ്ക് അല്ലെങ്കിൽ ഇതിനെ പറയുന്ന പേരാണ് എ ഡി എന്ന് പറഞ്ഞ ലിങ്കിനെ പറയുന്ന പേരാണ് ക്രാങ്ക്. ഇനി അതേപോലെ തന്നെ ഇവിടെ ഓസിലേറ്റ് ചെയ്യുന്ന ലിങ്കിനെ പറയുന്ന പേരാണ് ലിവർ. ഇതിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ലിങ്കിനെ പറയുന്ന പേര് കണക്റ്റിംഗ് റോഡ് അല്ലെങ്കിൽ കപ്ലർ. അപ്പോൾ എങ്ങനെയാണ് ഒരു 4 ബാർ ചെയിൻ മെക്കാനിസം വർക്ക് ചെയ്യുന്നത് നോക്കാം. ഇവിടെ ഈ ക്രാങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഇൻപുട്ട് പവർ കൊടുക്കുന്നു. റോട്ടറി മോഷൻ ആണെങ്കിൽ റോട്ടറി മോഷൻ കൊടുക്കും. അപ്പോൾ എന്ത് ചെയ്യും, ഈ ഇൻപുട്ട് ലിങ്ക് റൊട്ടേറ്റ് ഇങ്ങനെ ഈ ഒരു റോസ് ഡോട്ടർ ലൈനിൽ കൂടെ തന്നെ എന്ത് ചെയ്യും, ഈ ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യും. ഈ ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യുന്നതിന് കൂടെ തന്നെ ഇവിടെ എന്ത് ചെയ്യും, ഇവിടെ ഒരു ഓസിലേറ്റിംഗ് ലിവർ കൊടുത്തിട്ടുണ്ട്. ഈ ലിവർ എന്ത് ചെയ്യും, ഇവിടെ ഓസിലേറ്റ് ചെയ്യും. ഇതാണ് സാധാരണ ഒരു 4 ബാർ ചെയിനിൻ്റെ വർക്കിംഗ്. അതിൻ്റെ അനിമേഷൻ നമുക്ക് കാണാം. ഇതിൽ ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യുന്നത്, ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഇവിടെ ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഈ ലിവർ ബ്ലാക്ക് കളറിൽ കൊടുത്തുള്ള ഇവിടെ ലിവർ എന്ത് ചെയ്യും, ഓസിലേറ്റ് ചെയ്യുന്നത് കാണാം. ക്രാങ്ക് ഫുൾ റൊട്ടേഷൻ നടത്തുമ്പോൾ ഇവിടെ ലിവർ എന്ത് ചെയ്യും, ഒരു ഓസിലേഷൻ മോഷൻ ഉണ്ടാക്കും. ഇതാണ് എന്ത്, ഒരു 4 ബാർ ചെയിനിൻ്റെ വർക്കിംഗ്. ഇനി അതിൻ്റെ ടേംസ് ആണ്. ക്രാങ്ക് എന്ന് പറഞ്ഞാൽ എന്താ, ദ ഷോർട്ടസ്റ്റ് ലിങ്ക് വിച്ച് മേക്ക് കംപ്ലീറ്റ് റെവല്യൂഷൻ ഈസ് നോൺ ആസ് ക്രാങ്ക് ഓർ ഡ്രൈവർ, അല്ലെങ്കിൽ ക്രാങ്ക് എന്നും പറയും, അതേപോലെ ഡ്രൈവർ എന്നും പറയും. കംപ്ലീറ്റ് റൊട്ടേഷൻ നടത്തുന്ന ലിങ്കിനെ പറയുന്ന പേരാണ്. ഇവിടെ ഏതാ എ ഡി എന്ന് പറഞ്ഞ ലിങ്ക് അല്ലെങ്കിൽ ലിങ്ക് 4 എന്ന് പറയും, ആണ് ഇവിടുത്തെ ക്രാങ്ക്. അതാണ് എന്ത് ചെയ്യുന്നത്, ഫുൾ റൊട്ടേഷൻ നടത്തുന്നത്. സെക്കൻഡ് ലിങ്ക് പിന്നെ പറയുന്ന പേരാണ് ലിവർ അല്ലെങ്കിൽ റോക്കർ. ദ ലിങ്ക് ബി സി, ലിങ്ക് ടു വിച്ച് മേക്സ് പാർഷ്യൽ റൊട്ടേഷൻ ഓർ ഓസിലേഷൻ ഈസ് നോൺ ആസ് ലിവർ, റോക്കർ ഓർ ഫോളോവർ. 3 പേരിൽ അറിയപ്പെടുന്നുണ്ട്, ലിവർ, റോക്കർ, ഫോളോവർ. കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ലിവർ എന്നുള്ള ടേമാണ്, ലിവർ, റോക്കർ അല്ലെങ്കിൽ ഫോളോവർ. നെക്സ്റ്റ് ലിങ്ക് സി ഡി. ലിങ്ക് സി ഡി എന്ന് പറഞ്ഞാൽ എന്താ, അതാണ് പിന്നെ ഈ ലിവറിനെയും അതേപോലെ ക്രാങ്കിനെയും കണക്ട് ചെയ്യുന്നത്. ലിങ്ക് സി ഡി ആണ് എന്ത് ചെയ്യുന്നത്, ലിങ്ക് സി ഡി ആണ്. ഇവിടെ ലിവർ എന്ന് പറഞ്ഞാൽ എന്താ, ഇതാണ് ലിവർ. അതേപോലെ ക്രാങ്കിനെയും ലിവറിനെയും കണക്ട് ചെയ്യുന്ന അതിനെന്ത് പറയാം, ലിങ്ക് സി ഡി. അതിനെന്ത് പറയുന്നത്, കണക്റ്റിംഗ് റോഡ് അല്ലെങ്കിൽ കപ്ലർ എന്ന് പറയും. രണ്ടിനെയും കണക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ കണക്റ്റിംഗ് റോഡ് അല്ലെങ്കിൽ കപ്ലർ എന്ന് പറയും. നെക്സ്റ്റ് ഫിക്സ് ചെയ്ത ലിങ്കിനെ പറയുന്ന പേരാണ് ഫ്രെയിം. അപ്പോൾ ഇത്രയാണ് എന്ത്, ഒരു 4 ബാർ ചെയിൻ. ഇനി 4 ബാർ ചെയിനുമായിട്ട് ബന്ധപ്പെട്ടൊരു ലോ ആണ് ഗ്രാഷോഫ് ലോ. ഗ്രാഷോഫ് ലോ എന്ന് പറഞ്ഞാൽ, അക്കോർഡിംഗ് ടു ഗ്രാഷോഫ് ലോ, ഫോർ എ 4 ബാർ മെക്കാനിസം ദ സം ഓഫ് ദ ഷോർട്ടസ്റ്റ് ആൻഡ് ലോങ്ങസ്റ്റ് ലിങ്ക് ലെങ്ത്സ് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ ദ സം ഓഫ് ദ റിമൈനിങ് 2 ലിങ്ക് ലെങ്ത്സ് ഇഫ് ദ
there is to be a continuous relative motion between two links. അതായത് ഈ 4 ബാർ ചെയിൻ്റെ അകത്ത് തന്നെ രണ്ട് ലിങ്ക് തമ്മിൽ കണ്ടിന്യൂസ് റിലേറ്റീവ് മോഷൻ ഉണ്ടാകണമെങ്കിൽ അതിൻ്റെ ഷോർട്ടസ്റ്റും ലോങ്ങസ്റ്റും ആയിട്ടുള്ള രണ്ട് ലിങ്കിൻ്റെ ലെങ്ത്തിൻ്റെ സമ്മ് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ ദ സം ഓഫ് ദ റിമൈനിങ് ടു ലെങ്സ്. അതായത് ഷോർട്ടസ്റ്റ് ലെങ്ത്തിൻ്റെയും പിന്നെ ലോങ്ങസ്റ്റ് ലിങ്കിൻ്റെയും ഏറ്റവും നീളം കൂടിയ ലിങ്കിൻ്റെയും ഏറ്റവും നീളം കുറഞ്ഞ ലിങ്കിൻ്റെയും ലെങ്ത്ത് തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും എന്ത് ആകാൻ പാടില്ല, ബാക്കി രണ്ട് ലിങ്കിൻ്റെ ലെങ്ത്തിൻ്റെ സമ്മിനെക്കാട്ടിയും കൂടാൻ പാടില്ല. അങ്ങനെ കൂടുതലാണ് വന്നെങ്കിൽ എന്ത് ചെയ്യില്ല, ഈ 4 ബാർ ചെയിന് കറക്റ്റായിട്ട് 4 ബാർ ചെയിനിൽ മോഷൻ ഉണ്ടാവില്ല, റിലേറ്റീവ് മോഷൻ ഉണ്ടാവില്ല, ഒരു സ്ട്രക്ചറായിട്ട് അങ്ങനെ മൂവ്മെൻറ്റിലാണ് നിൽക്കും. എപ്പോൾ മൂവ്മെൻറ്റ് ഉണ്ടാകണമെങ്കിൽ റിലേറ്റീവ് മോഷൻ ആണെങ്കിൽ എന്തായിരിക്കണം, ഷോർട്ടസ്റ്റ് ലിങ്കിൻ്റെയും ലോങ്ങസ്റ്റ് ലിങ്കിൻ്റെയും സമ്മ് എപ്പോഴും ബാക്കി രണ്ട് ലിങ്കിൻ്റെ സമ്മിനെക്കാട്ടിയും കുറവായിരിക്കണം. അപ്പോൾ അതിനാണ് എന്ത് പറയുക, ഗ്രാഷോഫ് ലോ എന്ന് പറയാം. നെക്സ്റ്റ്, അപ്ലിക്കേഷൻ ഫോർ ഇൻവേർഷൻ ഓഫ് 4 ബാർ ചെയിൻ. 4 ബാർ ചെയിൻ്റെ അപ്ലിക്കേഷൻസ്. അതിൽ ഫസ്റ്റത്തെ അപ്ലിക്കേഷൻ ആണെന്ത്, ബീം എൻജിൻ. ബീം എൻജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു ക്രാങ്ക് ഉണ്ടാവും ഇവിടെ. ഈ ക്രാങ്കാണ് എന്ത് ചെയ്യുന്നത്, ഈ ക്രാങ്കാണ് ഇവിടെ പവർ കൊടുക്കുന്നത്. ഈ ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്യും, അതുമായിട്ട് കണക്ട് ചെയ്ത ലിങ്ക് 3 ഒരു ഫിക്സഡ് പോയിന്റിൽ ക്രാങ്ക് ഫിക്സ് ചെയ്യുന്നുണ്ടാവും. അതിനാണ് ഫിക്സഡ് പോയിന്റിനാണ് എന്ത് പറയുന്നത്, എ എന്ന് പറയുന്നത്. അതേപോലെ ഈ ഫിക്സഡ് ലിങ്കിൽ ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഇവിടെ ഒരു ലിവറുണ്ട്. ഈ ലിവർ എന്ത് ചെയ്യും, ലിവർ ഓസിലേറ്റ് ചെയ്യും ഒരു ഫിക്സഡ് പോയിന്റിനെ ബേസ് ചെയ്തിട്ട്, ഡി എന്ന് പറഞ്ഞ ഫിക്സഡ് പോയിന്റിനെ ബേസ് ചെയ്തിട്ട് ഇവിടെ ഈ ലിവർ എന്ത് ചെയ്യും, മേലോട്ടും താഴോട്ടേക്ക് ഓസിലേറ്റ് ചെയ്യും. അതുവരെ ഒരു പിസ്റ്റൺ കണക്ട് ചെയ്യുന്നുണ്ട്. ആ പിസ്റ്റൺ എന്ത് ചെയ്യും, അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യും. ഇതാണ് എന്ത്, ഒരു ബീം എഞ്ചിന്. അതേപോലെ തന്നെ ഇതിനെ സി ഡി ഇ ഇതെല്ലാം കൂടിയുള്ള ഒരു പോയിൻ്റാണെന്ന് പറയുന്നത് ലിവർ എന്ന് പറയുന്നത്. അതേപോലെ എ ബി എന്ന് പറയുന്നതിനെ എന്ത് പറയുന്നത്, ക്രാങ്ക് എന്ന് പറയുന്നത്. ഇനി ബാക്കിയുള്ള പോർഷനെ എന്ത് പറയുന്നത്, പിസ്റ്റൺ റോഡ് എന്ന് പറയും. അടിയിലുള്ള ലിങ്ക് 1 എന്താ, ഫ്രെയിമാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു ബീം എഞ്ചിൻ വർക്ക് ചെയ്യുന്നത് നോക്കാം. ഇതാണെന്ത്, ഒരു ബീം എഞ്ചിൻ. ബീം എഞ്ചിനിൽ ഒരു റോട്ടറി ക്രാങ്ക് ഉണ്ടാകും. ഈ ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ഈ ലിവർ അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യും. അതുമായിട്ട് കണക്ട് ചെയ്ത ഒരു പിസ്റ്റൺ ഉണ്ട്. ആ പിസ്റ്റൺ എന്ത് ചെയ്യും, അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യും. ഇതാണെന്ത്, ഒരു ബീം എഞ്ചിൻ. ഇതാണ് ഇതിൻ്റെയാണ് വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു റോട്ടറി ക്രാങ്കിൻ്റെ അകത്താണ് എന്ത് കൊടുക്കുക, നമുക്ക് വേണ്ട മോഷൻ കൊടുക്കുക, റോട്ടറി മോഷൻ കൊടുക്കുക. അതിനനുസരിച്ച് എന്ത് ചെയ്യും, ഈ ലിവർ അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഇവിടെ ലിവറുമായിട്ട് കണക്ട് ചെയ്ത ഒരു പിസ്റ്റൺ ഉണ്ട്. പിസ്റ്റൺ ആ ഒരു സിലിണ്ടറിനകത്ത് സ്ലൈഡ് ചെയ്യും. ഇതാണെന്ത്, ഒരു ബീം എഞ്ചിൻ്റെ വർക്കിംഗ്. ബീം എഞ്ചിൻ്റെ വർക്കിംഗ് ഇങ്ങനെയാണ് ബീം എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് അടുത്ത ആപ്ലിക്കേഷനാണ് കപ്ലിംഗ് റോഡ് ഓഫ് ലോക്കോമോട്ടീവ്. അപ്പോൾ നെക്സ്റ്റ് ആപ്ലിക്കേഷനാണ് കപ്ലിംഗ് റോഡ് ഓഫ് ലോക്കോമോട്ടീവ്. അതായത് നമ്മളെ ട്രെയിനിൻ്റെയൊക്കെ രണ്ട് വീല് തമ്മിൽ കണക്ട് ചെയ്യുന്ന റോഡിനെയാണ് എന്ത് പറയുക, കപ്ലിംഗ് റോഡ് എന്ന് പറയാം. കപ്ലിംഗ് റോഡ് ഓഫ് ലോക്കോമോട്ടീവിൻ്റെ വീൽസ് വർക്ക് ചെയ്യുന്ന ഈ ഒരു മെക്കാനിസം യൂസ് ചെയ്തിട്ടാണ്.
ഇതിൽ ഫിഗർ കണ്ടാൽ അറിയാം, രണ്ട് വീല് തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫിക്സർ ഫ്രെയിമിൻ്റെ മേലെ രണ്ട് വീല് ഫിക്സ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ മേലെ എന്താ ഒരു മെയിനായിട്ട് രണ്ട് ക്രാങ്ക്, ലിങ്ക് 2ഉം ലിങ്ക് 4നെയും പറയുന്ന പേരാണ് ക്രാങ്ക്. ഇത് രണ്ടും എന്താണ്, ഒരേ ലെങ്ത്താണ്. ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള രണ്ട് ലെങ്ത്തുള്ള ലിങ്ക് ഉണ്ട്, അതിന് രണ്ടിനും പറയുന്നത് ക്രാങ്ക്. ഇത് രണ്ടും എന്ത് ചെയ്യും, ഒരു 360 ഫുൾ റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന ടൈപ്പിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഫിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് ഇതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ എന്ത് വരുന്നത്, ഡബിൾ ക്രാങ്ക് മെക്കാനിസം. അപ്പോൾ ഒരു വീലിലുള്ള പവർ മറ്റൊരു വീലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാധാരണ ഇതിൽ ഈ ഒരു മെക്കാനിസം യൂസ് ചെയ്യാറ്. അപ്പം നമുക്ക് നോക്കാം. ഇൻ ദിസ് മെക്കാനിസം ദ ലിങ്ക് എ ഡി ആൻഡ് ബി സി ഹാവിങ് ഈക്വൽ ലെങ്ത്, എ ഡിയും ബി സി ഹാവ് ഈക്വൽ ലെങ്സ്, രണ്ട് ഈക്വൽ ലെങ്ത്തുള്ള എ ഡി ബി സി എന്ന് പറഞ്ഞാൽ രണ്ട് ക്രാങ്ക് ആക്ട് ആസ് ക്രാങ്ക് ആൻഡ് ആർ കണക്റ്റഡ് ടു ദ റെസ്പെക്റ്റീവ്. രണ്ട് വീലുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ക്രാങ്ക്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ലിങ്ക് സി ഡി ആക്ട് ആസ് കപ്ലിംഗ് റോഡ്. ലിങ്ക് സി ഡി എന്ന് പറഞ്ഞ ലിങ്ക് 3 ഇതിന് എന്തായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, ലിങ്ക് സി ഡി ഇവിടെ ഒരു കപ്ലിംഗ് റോഡായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് ഒരു വീലിലെ റോട്ടറി മോഷൻ വേറൊരു വീലിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മെക്കാനിസം യൂസ് ചെയ്യാറ്. ട്രെയിനിലാണ് സാധാരണ രീതിയിൽ ഈ ഒരു മെക്കാനിസം യൂസ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഇതിൽ രണ്ട് വീല്, ഒരു വീലിൽ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു വീലിൽ എന്ത് ചെയ്യും, പവർ വരും, മറ്റേ വീലിലേക്ക് ഏതെങ്കിലും ഒരു വീലിലേക്ക് പവർ വരും, തൊട്ടടുത്ത വീലിലേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു മെക്കാനിസം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്തുണ്ട്, രണ്ടിനെയും കണക്ട് ചെയ്യുന്ന ആ വീലിനെ പറയുന്ന റോഡിനെ പറയുന്ന പേരാണ് കണക്റ്റിംഗ് റോഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കപ്ലർ എന്ന് പറയും. ഈ രണ്ട് ക്രാങ്കും ഉണ്ടാകും ഇതിൻ്റെ കേസിൽ. ഇതിനാണ് എന്ത് പറയുന്നത്, കപ്പിൾഡ് വീൽ ഓഫ് ലോക്കോമോട്ടീവ്, അല്ലെങ്കിൽ ഡബിൾ ക്രാങ്ക് മെക്കാനിസം എന്ന് പറയാം. നെക്സ്റ്റ് വാട്ട്സ് ഇൻഡിക്കേറ്റർ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിരുന്നു. എഞ്ചിൻ്റെ അകത്തുള്ള പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേരാണ് വാട്ട്സ് ഇൻഡിക്കേറ്റർ. ഇതും എന്തിൻ്റെ ഒരു 4 ബാർ ചെയിൻ്റെ ഇൻവേർഷനിൽ വരുന്നതാണ്. 4 ബാർ ചെയിനിലെ ഇൻവേർഷൻ്റെ അപ്ലിക്കേഷനാണ് എന്ത്, ഈ വാട്ട്സ് ഇൻഡിക്കേറ്റർ. 4 ബാർ ചെയിനിൻ്റെ ഇൻവേർഷൻ എന്നുള്ള കൺസെപ്റ്റ് വെച്ച് വർക്ക് ചെയ്യുന്നതാണ് വാട്ട്സ് ഇൻഡിക്കേറ്ററിൻ്റെ മെക്കാനിസം. ഡബിൾ ലിവർ മെക്കാനിസം എന്നാണ് ഇതിനെ പറയുക. രണ്ട് ലിവേഴ്സ് ഉണ്ടാവും, ഒന്നല്ല രണ്ട് ലിവേഴ്സ് ഉണ്ട് ഇതിൻ്റെ കേസിൽ. അപ്പം ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 4 ലിങ്ക്സ്, ഫിക്സഡ് ലിങ്ക് അറ്റ് എ. ഇതിൽ 4 ലിങ്കാണ്. ഫസ്റ്റിലത്തെ ലിങ്ക് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ലിങ്ക് അറ്റ് എയിൽ ഫിക്സ് ചെയ്തൊരു ലിങ്ക് ഉണ്ട്. അതേപോലെ തന്നെ ലിങ്ക് സി എന്ന് പറഞ്ഞാൽ ഇതാണ് ലിങ്ക് സി, ഇവിടെ ലിങ്ക് സി. അതേപോലെ തന്നെ ലിങ്ക് ബി എഫ് ഡി, ഇവിടെ ഇത് മൂന്നും കൂടി ഒറ്റ ലിങ്കായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ബി എഫ് ഡി എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ മൂന്നും കൂടി ഒറ്റ ലിങ്കായിട്ട് കൺസിഡർ ചെയ്യുന്നത് വെച്ചാൽ ഇത് തമ്മിൽ എന്തില്ല, റിലേറ്റീവ് മോഷനില്ല, ഒരു ഫിക്സഡ് ആയിട്ടുള്ള പോർഷനായിട്ട് എന്ത് ചെയ്യുന്നത്, ഈ ലിങ്ക് വർക്ക് ചെയ്യുന്നത്. പിന്നെ അതുകൊണ്ട് എന്ത് ചെയ്യും, നമ്മൾ ലിങ്ക് 4 എന്നായിട്ട് കൺസിഡർ ചെയ്യും, ഒറ്റ ലിങ്കായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അത് തമ്മിൽ എന്തില്ല, റിലേറ്റീവ് മോഷൻ ഇല്ല. ഈ ഒരു ലിങ്കിൽ റിലേറ്റീവ് മോഷൻ ഇല്ല. ബി എഫ് ഡി ഈ സാധനങ്ങൾ തമ്മിൽ എന്തില്ല, റിലേറ്റീവ് മോഷനില്ല. ഇത് ഫിക്സഡാണ്. ഇത് ജസ്റ്റ് ബാക്കിയുള്ള സാധനം മൂവ് ചെയ്യുന്നതനുസരിച്ച് അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യുക, അല്ലാണ്ട് വേറൊരു മോഷനോ ഇതിനില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്ത് ഇതിനെ ഒറ്റൊരു ലിങ്കായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഏതൊക്കെയാണ് ലിങ്ക്, ഒന്ന് എ സി, അതേപോലെ ലിങ്ക് എയിലൊരു ഫിക്സ് ചെയ്ത ഫ്രെയിമുണ്ട്, അതേപോലെ തന്നെ ലിങ്ക് സി ഇ, അതേപോലെ അടുത്ത എന്താ ബി എഫ് ഡി എന്ന് പറഞ്ഞ ഒരു ലിങ്ക്. അങ്ങനെ 4 ലിങ്ക് അതിലുള്ള. അപ്പം ഇതിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ പിസ്റ്റൻ്റെ അകത്ത് പ്രഷർ വരുമ്പോൾ, ഇവിടെ അടിയിൽ പ്രഷർ വരുമ്പോൾ എന്ത് ചെയ്യും, ഇവിടെ പ്രഷർ വരുന്ന സമയത്ത് ഈ ലിങ്ക് അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യും. ആ മോഷൻ എന്ത് ചെയ്യും, ഇവിടെ ഈ ലിവർ
ഇവിടെ ഇ എന്ന് പറഞ്ഞ പോർഷൻ എന്ത് ചെയ്യും, ഒരു ഗ്രാഫ് പോലെ ക്രിയേറ്റ് ചെയ്ത് തരും. അതായത് അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്യും, ഇവിടെ ഇ എന്ന് പറഞ്ഞ പോർഷനിൽ ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു പെൻസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രാഫ് പ്ലോട്ടിംഗ് ഡിവൈസ് എന്ത് ചെയ്യും, ആ ഒരു ഗ്രാഫ് എഞ്ചിൻ്റെ അകത്തുള്ള പ്രഷറിൻ്റെ വേരിയേഷൻ അനുസരിച്ച് ഒരു ഗ്രാഫ് ക്രിയേറ്റ് ചെയ്യും. ഇ എന്ന് പറഞ്ഞ പോയിൻ്റ് എന്ത് ചെയ്യും, ഇ ഡാഷ് എന്ന് പറഞ്ഞ പോർഷനിലേക്ക് മാറും. അപ്പോൾ എന്ത് ചെയ്യും, ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ മോഷൻ വരുന്നതനുസരിച്ച് എന്ത് ചെയ്യും, ഇവിടെ ഒരു ഗ്രാഫ് ക്രിയേറ്റ് ചെയ്ത് വരും. അപ്പം ഇതിൻ്റെ എഞ്ചിൻ്റെ അകത്ത് പ്രഷർ വരുമ്പോഴുള്ള പൊസിഷനാണ് എന്ത് ചെയ്തത്, ഈ റോസ് കളറിൽ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഡി എന്ന് പറഞ്ഞ സാധനം ഇവിടെ ഡി ഡാഷ് ആവും, സി എന്താവും, സി ഡാഷ് ആവും, ബി ഡാഷ് ആവും. അപ്പോൾ നിങ്ങൾ ഈ ഫിഗേഴ്സ് ഇപ്പം പറഞ്ഞ ഈ മൂന്നെണ്ണത്തിൻ്റെയും ഫിഗേഴ്സ് എന്തായാലും പഠിക്കാം. ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്, ഇൻവേർഷൻസ്. അപ്പോൾ ഫിഗർ എന്തായാലും പഠിക്കണം. അപ്പം ഇതിൻ്റെ ഇവിടെ ഉണ്ടാകുന്ന സ്മോൾ ഡിസ്പ്ലേസ്മെൻറ്റ്, ഏത് ഡിസ്പ്ലേസ്മെൻറ്റ് ആണെന്ന് എന്ത് ചെയ്യും, അതിവിടെ ഇ എന്ന് പറഞ്ഞ പോർഷൻ എന്ത് ചെയ്യും, ട്രേസ് ചെയ്തെടുക്കും. ഇതിൽ സിഇയും അതേപോലെ ബി എഫ് ഡിയും എന്താണ്, ലിവേഴ്സ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, ഇതിനെ ഡബിൾ ലിവർ മെക്കാനിസം എന്ന് പറയുന്നത്. രണ്ടിനും നല്ല ലെങ്ത് ഉള്ള രണ്ട് ലിങ്കാണ്, അത് തന്നെ എന്ത് പറയുന്നത്, ഡബിൾ ലിവർ മെക്കാനിസം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇ എന്ന് പറഞ്ഞ പോർഷനിലുള്ള ഇ എന്ന് പറഞ്ഞ പോയിൻറ്റിൻ്റെ മോഷൻ എന്തിന് പ്രപ്പോർഷൻ ആയിരിക്കും, എഞ്ചിൻ്റെ അകത്തുണ്ടാകുന്ന പ്രഷറിന് പ്രപ്പോർഷൻ ആയിരിക്കും. ഇത് സാധാരണ ഇതിലൊരു സ്ട്രെയിറ്റ് ലൈൻസോ അല്ലെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള കർവോ അതേപോലെ ഗ്രാഫൊക്കെ വരച്ച് കിട്ടും. അതായത് എഞ്ചിൻ്റെ ഉള്ളിൽ പ്രഷർ വേരിയേഷൻ അനുസരിച്ചുള്ള ഗ്രാഫ് വരക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കാറ്, വാട്ട്സ് ഇൻഡിക്കേറ്റർ ഉപയോഗിക്കാറ്. എഞ്ചിൻ്റെ ഉള്ളിലെ പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാട്ട്സ് ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യാറ്. ഇത് ഒരു 4 ബാർ ചെയിൻ്റെ ഇൻവേർഷനിൽ വരുന്നതാണ്. അപ്പോൾ ഈ ഫിഗർ പഠിക്കാം. അതേപോലെ 2 ലിവർ ഉണ്ട്. ഇതിൻ്റെ വർക്കിംഗ് വേണമെങ്കിൽ ഒന്ന് കാണാം. ഇതാണ് വാട്ട്സ് ഇൻഡിക്കേറ്ററിൻ്റെ വർക്കിംഗ്. ഇത് ഒറ്റൊരു ലിങ്കായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതാണ് വാട്ട്സ് ഇൻഡിക്കേറ്റർ. വാട്ട്സ് ഇൻഡിക്കേറ്ററിൻ്റെ ഈ എൻഡിൽ വാട്ട്സ് ഇൻഡിക്കേറ്ററിൻ്റെ ഒരു എൻഡിൽ എന്ത് കണക്ട് ചെയ്യണ്ടാവും, ഒരു ഡ്രോയിങ് ഇൻസ്ട്രുമെൻ്റ് ഏതെങ്കിലും കണക്ട് ചെയ്യണ്ടാവും. ആ ഡ്രോയിങ് ഇൻസ്ട്രുമെൻറ്റിനനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഗ്രാഫ് പ്ലോട്ട് ചെയ്യുക. നെക്സ്റ്റ് പാൻറ്റോഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്രോയിങ്, ചെറിയ ഡ്രോയിങ് വലുതാക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വലിയ ഡ്രോയിങ് ചെറുതാക്കി വരക്കാൻ വേണ്ടിയിട്ടോ ഒരു ഡ്രോയിങ്ങിനെ കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് എന്ത് ചെയ്യാറ്, സാധാരണഗതിയിൽ പാൻറ്റോഗ്രാഫ് എന്ന് പറഞ്ഞ ഡിവൈസ് യൂസ് ചെയ്യാറ്. പാൻറ്റോഗ്രാഫ് ഈസ് എ കോപ്പിയിങ് ഡിവൈസ് ആൻഡ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് ഡബിൾ ലിവർ മെക്കാനിസം. ഇറ്റ് ഈസ് യൂസ്ഡ് ടു റീപ്രൊഡ്യൂസ് എ ഡിസ്പ്ലേസ്മെൻറ്റ് എക്സാക്ട്ലി ഇൻ എ എൻലാർജ്ഡ് ഓർ റെഡ്യൂസ്ഡ് സ്കെയിൽ. ഒന്നുമില്ലേ വലുതാക്കാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ചെറുതാക്കി വരക്കാം. സ്കെയിൽ ഇൻ എ ഡ്രോയിങ് ഓഫീസ് ഫോർ ഡ്യൂപ്ലിക്കേറ്റിംഗ് ഡ്രോയിങ്സ്. ഒരു ഡ്രോയിങ്ങിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണഗതിയിൽ ഈ പാൻറ്റോഗ്രാഫ്സ് യൂസ് ചെയ്യാറ്. പാൻറ്റോഗ്രാഫിൽ ഇതിൽ ഈ ഒരു പോർഷൻ ഇവിടെ പി എന്ന് പറഞ്ഞ പോർഷൻ ഉണ്ട്. ഈ പി ഉണ്ട്, പി ഡാഷും ഉണ്ട്. നമ്മൾ ഇവിടെ എന്ത് ചെയ്യും, ഇവിടെ ഒരു പെൻസിൽ രണ്ടിടത്തിൽ എന്ത് ചെയ്യും, ഒരു സ്റ്റൈലസ് ഫിക്സ് ചെയ്യും. ഇവിടെ ഒരു സ്റ്റൈലസ്, ജസ്റ്റ് ഒരു പോയിൻ്റർ ഫിക്സ് ചെയ്യും. അതേപോലെ തന്നെ ഈ അറ്റത്ത് എന്ത് ചെയ്യും, ഒരു പെൻസിൽ ഫിക്സ് ചെയ്യും. നമ്മൾ ഈ പോർഷനിൽ പി എന്ന് പറഞ്ഞ പോർഷൻ എവിടേക്കാണോ മൂവ് ചെയ്യുന്നത്, ഏത് മോഷനിലാണോ മൂവ് ചെയ്യുന്നത്, അതിന് സമാനമായിട്ടുള്ള ഒരു മോഷനായിരിക്കും. അതിനെക്കാട്ടി മോഷനിൽ എന്ത് ചെയ്യും, ഇവിടെ ഈ പെൻസിൽ മൂവ് ചെയ്യും. അപ്പോൾ നമ്മളൊരു ചെറിയ സ്റ്റാർ ഇവിടെ വരച്ചെന്ന് വെച്ചോ, ചെറിയ സ്റ്റാറിൻ്റെ മേലെ കൂടി എന്ത് ചെയ്യുന്നു, ഈ പോയിൻ്റർ മൂവ് ചെയ്യുന്നു. നമുക്ക് ഈ ക്യാപിറ്റൽ പി എന്ന് പറഞ്ഞ പോർഷനിൽ എന്ത് ചെയ്യും, ഒരു വലിയ സ്റ്റാർ ഇതേപോലെ തന്നെ നമുക്ക് വരച്ച് കിട്ടും. അപ്പോൾ ഒരു ചെറിയ ഫിഗർ എൻലാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഈ പാൻറ്റോഗ്രാഫ് എന്ന് പറഞ്ഞ സാധനം ഉപയോഗിക്കാം. അപ്പം ഇതിൽ ഡോട്ടർ പോയിന്റിൽ വരച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രാവശ്യം മൂവ് ചെയ്ത് കഴിഞ്ഞാലുള്ള മോഷനാണ്. ജസ്റ്റ് നീക്കി വെച്ച് കഴിഞ്ഞാൽ എങ്ങോട്ടെങ്കിലും ഒന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാലുള്ള പൊസിഷനാണ് എന്ത് ചെയ്ത് ഇങ്ങനെ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 4 ലിങ്ക്സ് ഇൻ ദ ഫോം ഓഫ് എ പാരലോഗ്രാം. ഒരു പാരലോഗ്രാമിൻ്റെ ടൈപ്പിൽ എന്താ ഉള്ളത്, 4 ലിങ്ക്സാണ് ഉള്ളത്. ഫസ്റ്റിൽ എ ബി സീനെ തന്നെ നമ്മൾ ചെയ്ത് പുറത്തേക്ക് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചിട്ടുണ്ട്. ആ പോയിൻ്റ് പറയുന്ന പേരാണ് പി, ക്യാപിറ്റൽ ലെറ്റർ പി. ഇനി അതേപോലെ സി ഡിൻ്റെ നടുവിലുള്ളൊരു പോയിൻ്റാണ് എന്ത്,
ഈ സ്മോൾ ലെറ്റർ പി. സി ഡി എന്ന് പറഞ്ഞ ലിങ്കിൻ്റെ സെൻറ്ററിലുള്ള ഒരു പോയിൻ്റാണ് എന്ന് പറയാം പി എന്ന് പറയാം. അതേപോലെ തന്നെ എ ഡി എന്ന് പറഞ്ഞ ഒരു ലിങ്ക്. ഇത്രയും ലിങ്ക്സാണ് എന്ത് ചെയ്യുന്നത് ഇതിനുണ്ടാവുക. അപ്പം ഇത് തമ്മിലൊരു റേഷ്യോ ഉണ്ട്. ആ റേഷ്യോ എപ്പോഴും എന്തായിരിക്കും, ഈ പി എന്ന് പറഞ്ഞാൽ സ്മോൾ പി എന്ന് പറഞ്ഞതും അതേപോലെ തന്നെ ക്യാപിറ്റൽ പി തമ്മിലൊരു റേഷ്യോ ഉണ്ട്. അതുമാണ് പാൻറ്റോഗ്രാഫിൻ്റെ റേഷ്യോ. എത്രത്തോളം എൻലാർജ് ചെയ്യുക അല്ലെങ്കിൽ എത്രത്തോളം എന്താ സ്മോൾ ആക്കി വരക്കും എന്നുള്ള റേഷ്യോ എന്താണ്, ഇതെപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും, ഒരിക്കലും മാറില്ല. അത് ഒരു പാൻറ്റോഗ്രാഫിൻ്റെ റേഷ്യോ ഒരിക്കലും ചേഞ്ച് ആവില്ല. അപ്പം എ പി ബൈ ക്യാപിറ്റൽ ലെറ്റർ എ പി ആണ്. എ പി എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എ പി, ഇതാണ് ലെങ്ത്. എ പി ഡിവൈഡ് ബൈ സ്മോൾ ലെറ്റർ എ പി. ഇത് തമ്മിൽ എന്തുണ്ടാവും, റേഷ്യോ ഉണ്ടാവും. അപ്പോൾ ഏത് പോർഷനിൽ കൂടിയാണോ നമ്മൾ മൂവ് ചെയ്യുന്നത് അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു മോഷനായിരിക്കും എന്ത് ചെയ്യുക, ക്യാപിറ്റൽ ലെറ്റർ പി എന്ന് പറഞ്ഞ പോയിൻ്റ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ പാൻറ്റോഗ്രാഫ് എങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കാം. അതായത് നമ്മൾ ഒരു സ്മോൾ സർക്കിളിൻ്റെ മേലെ കൂടി, ഈ ഇതിൽ സ്മോൾ സർക്കിളിൻ്റെ മേലെ കൂടി എന്ത് ചെയ്യുന്നു, ഒരു പി എന്ന് പറഞ്ഞ സ്മോൾ പി എന്ന് പറഞ്ഞ പോയിൻ്റ് മൂവ് ചെയ്യുന്നു. ആ മൂവ് ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്യും, ഈ ക്യാപിറ്റൽ പി എന്ന് പറഞ്ഞ പോയിൻ്റ് എന്ത് ചെയ്യും, ഒരു ലാർജ് സർക്കിൾ ക്രിയേറ്റ് ചെയ്യും. ഒരു ലാർജ് സർക്കിൾ ക്രിയേറ്റ് ചെയ്യും. ഇതിനാണ് എന്ത് പറയുക, പാൻറ്റോഗ്രാഫ് എന്ന് പറയാം. അതായത് ഒരു പോയിന്റിൽ കൂടി തന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പോയിൻ്റർ മൂവ് ചെയ്യും. അതിന് ഇക്വലൻ്റ് ആയിട്ട് എന്ത് ചെയ്യും, ഒരു ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു എൻലാർജ് സർക്കിൾ ഈ പാൻറ്റോഗ്രാഫ് ക്രിയേറ്റ് ചെയ്യും. നെക്സ്റ്റ് അക്രമൻ സ്റ്റിയറിംഗ് ഗിയറും. ഇത് എന്താണ്, ഒരു 4 ബാർ ചെയിനിൻ്റെ ഇൻവേർഷൻ്റെ ആപ്ലിക്കേഷനാണ്. 4 ബാർ ചെയിൻ ഇൻവേർഷൻ്റെ ആപ്ലിക്കേഷനാണ്. ഒരു സാധാരണ ഒരു വെഹിക്കിളിൻ്റെ സ്റ്റിയറിങ്, ആ സ്റ്റിയറിങ് നമ്മൾ ഒരു കർവ് എടുക്കുകയാണ്. അപ്പോൾ കർവ് എടുക്കുമ്പോൾ എപ്പോഴും ബാക്കിലത്തെ ആക്സിലിൻ്റെ ഒരു പോയിൻ്റുമായിട്ട് എന്ത് ചെയ്യണം, ഫ്രണ്ട് ആക്സിലിൻ്റെ സെൻറ്റർ ലൈൻസ് കോയിൻസൈഡ് ചെയ്യുമെങ്കിൽ മാത്രമേ എന്ത് ചെയ്യൂ, ഒരിക്കലും സ്കിഡിങ് ഇല്ലാതെ നമുക്കൊരു ടേൺ എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഒരു സ്കിഡിങ് വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സ്റ്റിയറിംഗ് സിസ്റ്റം ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും ഒരു ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ, ബാക്ക് വീലിൻ്റെ ഒരു ഫ്രണ്ട് വീലിൻ്റെ ഒരു ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ എപ്പോഴും എന്തായിരിക്കണം, ബാക്ക് വീലിൻ്റെ ആക്സിസുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്ന തരത്തിൽ എന്ത് ചെയ്യണം, ഡിസൈൻ ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത്, അക്രമൻ സ്റ്റിയറിംഗ് ഗിയർ എൻ്റെ മെക്കാനിസം. അപ്പം in order to avoid skidding, the 2 front wheels must turn about the same instantaneous center I, which lies on the axis of back wheels. ബാക്ക് വീലിൽ നിൽക്കുന്ന ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ ടേൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സെൻറ്ററിനെ, ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്ററിനെ ആണ് എന്ത് പറയുന്നത്, ഐ എന്ന് പറയുന്നത്. ഇവിടെ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ ഐ. ഇവിടെ എന്ത് ചെയ്യണം, ഇവിടെ ഒരു വീല് ടേൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന രണ്ട് വീലും ടേൺ ചെയ്യും, ഫുൾ ടേൺ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന സെൻട്രൽ ലൈൻ വരച്ചാൽ എന്ത് ചെയ്യണം, ബാക്ക് വീൽസിൻ്റെ സെൻട്രൽ ആക്സിലുമായിട്ട് എന്ത് ചെയ്യണം, കോയിൻസൈഡ് ചെയ്യണം. സെൻട്രൽ ആക്സിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ കോയിൻസൈഡ് ചെയ്യണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യും, സ്കിഡിങ് ഇല്ലാതെ ടേൺ നടക്കും. അപ്പം ഇതിനാണ് എന്ത് പറയുക, അക്രമൻ സ്റ്റിയറിംഗ് ഗിയർ എന്ന് പറയാം. അപ്പം ഇതിൽ എ എന്ന് പറഞ്ഞാൽ എന്താ, ഇതിൽ എ എന്ന് പറഞ്ഞാൽ വീൽ ട്രാക്കാണ്. 2 വീല് തമ്മിലുള്ള ഡിസ്റ്റൻസിനെ, വീലിൻ്റെ ഫ്രണ്ട് വീലിൻ്റെ 2 വീലും തമ്മിലുള്ള സെൻട്രൽ ലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസിനാണ് എന്ത് പറയുക, വീൽ ട്രാക്ക് എന്ന് പറയാം. ഇനി അതേപോലെ വീൽ ബേസ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് വീലും ബാക്ക് വീലും തമ്മിലുള്ള ഡിസ്റ്റൻസിനാണ് എന്ത് പറയുക, വീൽ ബേസ് എന്ന് പറയാം. ഇനി സി എന്ന് പറഞ്ഞാൽ ബാക്ക് വീലിലെ പോയിൻറ്റ്സ്, ബാക്ക് വീല് ഫിക്സ് ചെയ്തിരിക്കുന്ന പോയിൻറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസിനാണ്. അതിനെന്ത് പറയുക, സി എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ അക്രമൻ സ്റ്റിയറിംഗ് ഗിയർ ബോക്സുള്ള ഒരു റേഷ്യോ ആണ് തന്നിരിക്കുന്നത്. ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോട്ട് ഫൈ മൈനസ് കോട്ട് തീറ്റ ഈസ് ഈക്വൽ ടു സി ബൈ ബി. ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റിയറിംഗ് ഗിയർ ഡിസൈൻ ചെയ്യുന്നത്. അതിൽ തീറ്റ എന്ന് പറഞ്ഞാൽ ഇന്നർ ഫ്രണ്ട് വീലിനെ ഒരു ടേൺ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വരുന്ന ഇന്നർ ഫ്രണ്ട് വീലിനെ ഏത് ഡയറക്ഷനിലേക്കാണോ ടേൺ എടുക്കുന്നത് ആ ഡയറക്ഷനിലുള്ള ഫ്രണ്ട് വീലിനാണ് എന്ത് പറയുക, ഇന്നർ ഫ്രണ്ട് വീൽ എന്ന് പറയുക. ആ ഇന്നർ ഫ്രണ്ട് വീല്
ഫുള്ളായിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആംഗിളിനാണ് എന്ത് പറയുക, തീറ്റ. അതേപോലെ തന്നെ ഔട്ടർ ഫ്രണ്ട് വീൽ ഉണ്ടാക്കുന്ന ആംഗിളിനെ പറയുന്ന പേരാണെന്ത്, ഫൈ. അതെ, അപ്പം കോട്ട് ഫൈ മൈനസ് കോട്ട് തീറ്റ ഈസ് ഈക്വൽ ടു C/B എന്നുള്ള ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യും, ഒരു സ്കിഡിങ് ഇല്ലാത്ത ടേൺ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഇൻവേർഷൻ ഓഫ് അപ്ലിക്കേഷൻ ഓഫ് ഇൻവേർഷൻ എന്ന് പറഞ്ഞാൽ 4 ബാർ ചെയിൻ്റെ ഇൻവേർഷൻ എന്നാണ്. 4 ബാർ ചെയിൻ്റെ ഇൻവേർഷൻ എന്നാണ് ഈ ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഇതും എന്തിൻ്റെ അപ്ലിക്കേഷനാണ്, 4 ബാർ ചെയിൻ്റെ ഇൻവേർഷൻ്റെ അപ്ലിക്കേഷനാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലാ ഫിഗേഴ്സ് എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചു വെക്കുക. ഇതിൽ ഓരോ ഫിഗറും എന്ത് ചെയ്യുക, പഠിക്കുക. എല്ലാ ഫിഗറും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ബാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക് സിംഗിൾ സ്ലൈഡർ ക്രാങ്ക് ചെയിൻ എന്താണെന്നും അതേപോലെ ഡബിൾ സ്ലൈഡർ ക്രാങ്ക് ചെയിൻ എന്താണെന്നുള്ള പഠിക്കാം. അപ്പോൾ താങ്ക് യു.